ഇതെൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രാധ ടീച്ചർ, എൻ്റെ ഹിന്ദി ടീച്ചർ. എന്നെ UP ക്ലാസ്സിൽ പഠിപ്പിച്ച ഹിന്ദി ടീച്ചറാണ് രാധ ടീച്ചർ. ഇത് പാർവതി ടീച്ചർ, അമ്മയുടെ ഒപ്പം വർക്ക് ചെയ്ത ടീച്ചറാണ്. അതേപോലെ തന്നെ എൻ്റെ സംസ്കൃതം ടീച്ചറാണ് പാർവതി ടീച്ചർ. കുറേ പദ്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, ശ്ലോകവും പദ്യവും ഒക്കെ സംസ്കൃതം. ഇത് ദേവകി ടീച്ചർ. അമ്മയൊക്കെ പറയാറുണ്ട് അമ്മയുടെ പോലെയാണെന്നും അമ്മയുടെ ഗുരുവിൻ്റെ പോലെയാണെന്നൊക്കെ അമ്മ പറയാറുണ്ട് ദേവകി ടീച്ചർ. ദേവകി ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ ഹെഡ് ടീച്ചറായിരുന്നു ദേവകി ടീച്ചർ. കുറേ വർത്തമാനങ്ങൾ ഈ 3 ടീച്ചർമാർ അമ്മയെ പറ്റി കുറേ വാദോരാതെ ഞങ്ങൾ സംസാരിച്ചു. ഞാനിന്ന് എൻ്റെ സ്കൂളിലേക്ക് പോവാണ്. ഇവരെല്ലാവരെയും കൂടി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം എന്താണ് ഞാൻ പറയാൻ തുടങ്ങുന്നതെന്ന്. ഞാൻ എൻ്റെ കവളപ്പാറ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നെ അവിടെ ഗസ്റ്റായിട്ടാണ് വിളിച്ചത്, പക്ഷേ ഞാൻ ഗസ്റ്റൊന്നുമല്ല, ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അമ്മയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇനിയുണ്ട് കേട്ടോ അവിടെ. ദേവയാനി ടീച്ചർ, അതുപോലെ കൃഷ്ണകുട്ടി മാഷ്, രുക്മിൺ ടീച്ചർ, അങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ ചുറ്റുവട്ടത്ത് തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ എനിക്ക് എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയില്ല. വരണ വഴിക്കുള്ള ടീച്ചർമാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു. കഴിഞ്ഞ March 1 എടുത്ത വീഡിയോ ആണ് കേട്ടത്. കവളപ്പാറ സ്കൂള് മൂപ്പിൽ നായരുടെ, അതായത് കവളപ്പാറ കൊട്ടാരം ഭരിച്ചിരുന്ന മൂപ്പിൽ നായരുടെ സ്കൂളായിരുന്നു. 139ാമത്തെ വാർഷികമാണ് സ്കൂളിൻ്റെ നടക്കുന്നത്. അപ്പം തന്നെ അറിയാലോ എത്ര കണ്ട് പഴക്കമുണ്ട് ഈ സ്കൂളിനെന്നുള്ളത്. കവളപ്പാറ കൊട്ടാരം ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ കൊട്ടാരമൊന്നുമില്ല, അതൊക്കെ നശിച്ചു. കുറേ കാലം SN കോളേജ് അവിടെയായിരുന്നു കേട്ടോ. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് SN കോളേജ് അവിടെയായിരുന്നു. ഇപ്പോൾ അത് കൊളപ്പള്ളിയിലാണ്. ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയുണ്ട്. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്, എറപ്പേ ശിവൻ്റെ അമ്പലം. അതും കൊട്ടാരത്തിൻ്റെ തന്നെയാണ് അമ്പലം. കുറേ ചരിത്രം ഉറങ്ങിക്കിടക്കണ ഒരു മണ്ണാണ് കേട്ടോ കവളപ്പാറ നാട്. ഈ ആലും ഈ ഗ്രൗണ്ടൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോയെന്ന് അറിയില്ല. കുറേ സിനിമകളിലുണ്ട്. മോഹൻലാലിൻ്റെയൊക്കെ, ലാൽ സാറിൻ്റെയൊക്കെ കുറേ പടങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് നടന്നുണ്ട്. പണ്ടത്തെ ഡോക്ടർ പശുപതിയൊക്കെ ഇവിടെയാണ്. ദേവാസുരം, അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. ഈ വലിയ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു മിഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പന്ത് കളിയൊക്കെ നടന്നിരുന്നത്. നല്ല രസമായിരുന്നു. ഞങ്ങളൊക്കെ പോയി കണ്ടിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ മിഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വായനശാലയും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ ഒരു കെട്ടിടം കാണാൻ അറ്റത്തതാ. അത് അമ്മയൊക്കെ അതിൽ മഹിളാ സമാജം അതിൻ്റെ ബാക്കിൽ, അങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ. ഞാനൊക്കെ കുറേ ഡാൻസൊക്കെ കളിച്ച സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അതിൻ്റെ ബാക്കിലൊരു മഹിളാ സമാജമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല തോന്നുന്നു, മഹിളാ സമാജം ഇപ്പോൾ കാണാനില്ല. എന്തായാലും ഞങ്ങൾ ഈ ഗ്രൗണ്ട് ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കൂളിലേക്ക് വരിക. സ്കൂൾ ഇതാ തൊട്ടടുത്ത് തന്നെയാണ്. ഇതൊക്കെ നമുക്കിങ്ങനെ ഒരു ചുറ്റുവട്ടത്ത് കണ്ണോടിച്ചാൽ കാണാവുന്ന സ്ഥലങ്ങളാണ്. ഇതാ എൻ്റെ സ്കൂളിലേക്ക് ഞാനെത്തി. സ്കൂളിൻ്റെ മട്ടുമാതിരിയൊക്കെ ഇപ്പോൾ മാറിയിട്ടോ, പഴയ പോലെ ഒന്നല്ല. അടിപൊളി സ്കൂളാക്കിയിട്ടുണ്ട്. ചുറ്റും മതിലും ഗേറ്റും പിന്നെന്താ പറയുക, ഈ ഒരു മേക്കൂരയൊക്കെ വെച്ച് നല്ല രസമാക്കി അടിപൊളി സ്കൂളാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും ഗംഭീരമാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിൻ്റെ അകത്തേക്ക് ചെല്ലുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും ഈ യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ, അന്ന് സാഹിത്യ സമാജമായിരുന്നു കൂടുതൽ. ഷാർഡി മാഷായിരുന്നു അതിന് ചുക്കാൻ പിടിച്ചിരുന്നത്. മാഷയുടെ നേതൃത്വത്തിലാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ ടീച്ചർമാരാട്ടെ. ഇപ്പോഴത്തെ ടീച്ചർമാരെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ തന്നെയാണ് ശ്രീദേവി. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ടീച്ചർമാരാണ്. ഇവിടെ ഇപ്പോൾ എന്നെ പഠിപ്പിച്ചവരെന്ന് പറയാൻ സീത ടീച്ചർ, സരസ്വതി ടീച്ചർ, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും റിട്ടയർ ചെയ്തു. എനിക്ക് തോന്നുന്നു സീത ടീച്ചറും എന്നെ ടീച്ചർ വേക്കൻസിയിലൊക്കെ വന്നപ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊന്നും അല്ലെങ്കിൽ സന്തോഷമൊന്നും എന്തൊക്കെയാണ് പറയേണ്ട അറിയില്ല. ഇവിടെ ഇങ്ങനെ വന്ന് കയറുമ്പോഴേ അമ്മയുടെ കുറേ ഓർമ്മകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് സിന്ധുവച്ചി, എൻ്റെ സ്വന്തം സിന്ധുവച്ചിയാണിത്. അങ്ങനെ എന്താ പറയുക, എൻ്റെ സ്കൂളിലേക്ക് എത്തി ഞാൻ. അവരിങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ലീല ടീച്ചറുണ്ട്. ലീല ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറാണ് ലീല ടീച്ചർ. കുറേ തല്ലിട്ടുണ്ട് ലീല ടീച്ചറുടെ കയ്യിൽ നിന്ന്. നമ്മുടെ ഒപ്പം വർക്ക് ചെയ്ത ടീച്ചറുമാണ് ലീല ടീച്ചർ. ഇത് LP ക്ലാസ് ആയിരുന്നു കേട്ടോ. ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലുള്ളത് LP ഞങ്ങൾ പഠിക്കുമ്പോൾ. ഇപ്പൊക്കെ മാറിയുണ്ട് തോന്നുന്നു, ഒക്കെ കുറേ മാറ്റങ്ങൾ. ഇപ്പോൾ അവിടെ മേക്കപ്പൊക്കെ നടക്കുകയാണ്. പിന്നെ ഈ കാണുന്ന കെട്ടിടമാണ് UP കെട്ടിടം ഉണ്ടായിരുന്നത്. ഞാൻ LP സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് വടക്കേക്കര സ്കൂളാണ്. വേറൊരു കുഞ്ഞു സ്കൂളുണ്ട്, ഞാൻ അതൊരു മുന്നൊരിക്കൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു, അവിടെയാണ്. ഇത് UP ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കവളപ്പാറ സ്കൂൾ UP കെട്ടിടമായിരുന്നു. ഇപ്പോൾ അവിടെ KG സെക്ഷനൊക്കെയാണ് തോന്നുന്നു. ഗ്ലാസ് ഡോറൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ UKG, LKG, UKG അന്നൊന്നും അതൊന്നുമില്ല. LKG, UKG ഒന്നുമില്ല. പിന്നെ അതേമാതിരി മിറ്റൊക്കെ മറ്റേ ഇതൊക്കെ കല്ലൊക്കെ ഇട്ടിട്ട്
ഭയങ്കര നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷേ മുമ്പിലത്തെ കൊടിമരം കളഞ്ഞിട്ടില്ല കേട്ടോ. കൊടിമരം കാണുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഷാർഡി മാഷയാണ്. അതിൻ്റെ ഇവിടെയാണ് ഞങ്ങളുടെ അസംബ്ലിയൊക്കെ ഈ ഗ്രൗണ്ടിലാണ് ഉണ്ടാവുകയും ചെറിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. എന്നാലും പക്ഷേ ഞങ്ങൾ ഓടാൻ കൊണ്ടുപോകുന്ന ഗ്രൗണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ഗ്രൗണ്ടിലേക്കാണ് ഞങ്ങൾ ഓടാനൊക്കെ കൊണ്ടുപോകുക. സ്പോർട്സൊക്കെ വരുമ്പോൾ, ഓട്ട മത്സരം വരുമ്പോൾ അവിടേക്കാണ് കൊണ്ടുപോകുക. നേലൊക്കെ ഇങ്ങനെ മിന്നണു. കുഞ്ഞുമണികൾ ഡാൻസ് കളിക്കാൻ പോവുകയാണ്. LP എനിക്ക് തോന്നുന്നു UKG സെക്ഷൻ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും ഉഷാറായിട്ട് ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ട്. ഇതെൻ്റെ സ്വന്തം രാജി ടീച്ചർ, എൻ്റെ മുത്തുമണി, എൻ്റെ അമ്മയുടെ ഇൻറ്റിമേറ്റ് രാജി ടീച്ചർ സുന്ദരി സാരി കൊടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ മേക്കപ്പ് നടക്കുന്നുണ്ട്. കുറേ പഴയ ഓർമ്മകൾ. ഞങ്ങളുടെയൊക്കെ മുഖത്ത് ടീച്ചർമാരാണ് ഇങ്ങനെ മേക്കപ്പൊക്കെ വെച്ച് തേച്ചിരുന്നത്. ഇപ്പൊക്കെ എന്താ പറയുക, പാരൻസും എന്താ പറയുക മേക്കപ്പ് മാനും ഒക്കെ വന്ന് ഗംഭീര പരിപാടിയാണ്. അന്നൊന്നും ഇത്രയും പാരൻസ് എനിക്ക് തോന്നുന്നു സ്കൂളിലെ പ്രോഗ്രാംസിൽ ഇൻവോൾവഡ് ആയിരുന്നില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ഗംഭീര പരിപാടികൾ തന്നെ നടക്കണം കേട്ടോ. സ്റ്റേജിൻ്റെ മുകളിൽ ഞാൻ കണ്ടു, സ്റ്റേജൊക്കെ എന്ത് ഗംഭീരമാക്കിയെന്ന് പറയുമോ. മറ്റേത് എന്താ പറയുക, ബെഞ്ചുകളൊക്കെ കൂട്ടിക്കെട്ടി അങ്ങനെയൊക്കെയാണ് സ്റ്റേജുകളൊക്കെ ഉണ്ടാക്കുക. നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ സ്കൂളിൽ വന്നതാണ്. എന്നെ ഗസ്റ്റായിട്ടാണ് വിളിച്ചത്. പക്ഷേ ഞാൻ ഗസ്റ്റല്ല, ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ വിളിച്ചിരിക്കുന്നത് ഗസ്റ്റായിട്ടാണെങ്കിലും എൻ്റെ സ്കൂൾ മാത്രമല്ല, എൻ്റെ അമ്മയുടെ സ്കൂളാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. എല്ലാവരും കാണണം കേട്ടോ. കവളപ്പാറ UP സ്കൂളിൻ്റെ മാറ്റം. ഈ UP സ്കൂൾ കവളപ്പാറ, ഞാൻ ഇതിന് മുന്നേ ഒരു റീലൊക്കെ ഇട്ടുണ്ട് കവളപ്പാറ സ്കൂളിൻ്റെ. ഞാനും അനിയനും ഒക്കെ പഠിച്ച സ്കൂളാണ്. പിന്നെ ഇതിങ്ങനെ ക്ലാസ്സിൻ്റെ മാറ്റങ്ങൾ കണ്ടിങ്ങനെ കണ്ണുറിച്ച് നടക്കുകയാണ്. ക്ലാസ്സിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ നിലവും ആ നിലൊക്കെ പൊടി ഇതൊക്കെ ഇട്ട് കുട്ടികളുടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് നല്ല നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ സ്കൂള്. എന്ത് രസമാണെന്ന് അറിയോ. നല്ല രീതിയിൽ ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇത് സരള ടീച്ചർ, ഇതും എൻ്റെ സ്വന്തം സരള ടീച്ചറാണേ. അമ്മയുടെ കുട്ടി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അങ്ങനെ സരള ടീച്ചറും അമ്മയും ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി സ്റ്റേജിലെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. MR മുരളിയേട്ടൻ, പിന്നെ മുരളിയേട്ടനെ എല്ലാവർക്കും അറിയാലോ, ദേവസ്വം പ്രസിഡൻ്റാണ്, മലബാർ ദേവസ്വം പ്രസിഡൻ്റാണ് മുരളിയേട്ടൻ. പിന്നെ പ്രിയ താരം മാസ്റ്റർ വസിഷ്ഠനെ എല്ലാവർക്കും അറിയാലോ അല്ലേ, മിന്നൽ മുരളിയിലെ ഈ കുഞ്ഞാവേനെ എല്ലാവരും അറിയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ദിവസം ഇന്ന്. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ. ഗംഭീര ആഘോഷം തന്നെയായിരുന്നു. അതിൻ്റെ ഒപ്പം വെങ്കിടി മാഷ് വെച്ചാൽ ഓഫീസ് സ്റ്റാഫാണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ഉണ്ട്. സുനു ഉണ്ട്. സീത ടീച്ചർ, ഇതാണ് സീത ടീച്ചർ, നീല സാരി കൊടുത്തിരിക്കുന്നത്. സീത ടീച്ചറുടെയും റിട്ടയർമെൻ്റാണ്. സീത ടീച്ചർ പക്ഷേ ഇപ്പോൾ വടക്കേക്കര സ്കൂളിലാണ്. പക്ഷേ ഈ സ്കൂളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സ്കൂളും ഒരേ മാനേജ്മെൻറ്റിൻ്റെയാണ്. ഇപ്പോൾ റിസീവർ ഭരണമാണ്. നല്ല രീതിയിൽ സ്കൂള് റിസീവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം. എന്തായാലും പഴയ സ്കൂളിനെയും എന്നെ പഠിപ്പിച്ച കുറച്ച് ടീച്ചർമാരെയൊക്കെ കണ്ടതിൽ വലിയ സന്തോഷം.